കൊല്ലവർഷം 1202 ചിങ്ങമാസം 1 തുടങ്ങിയാണ് മലയാളികളുടെ പുതുവർഷം ആരംഭിക്കുന്നത്. കാർഷിക വിളവെടുപ്പിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആഘോഷമായിട്ടാണ് 1 കണക്കാക്കുന്നത്. അതായത് കാർഷിക ദിനമായിട്ടാണ് കണക്കാക്കുന്നത്. എല്ലാവരും ശുഭ്രവസ്ത്രങ്ങൾ ധരിച്ച് സെറ്റുമുണ്ടോ വെള്ളമുണ്ട് ഷർട്ടും ഒക്കെ ഇട്ടാണ് സാധാരണയായിട്ട് 1 ആഘോഷിക്കാറ്. നമുക്ക് ചിങ്ങമാസം 1 വന്നു. ഈ ചിങ്ങമാസം തുടങ്ങി അടുത്ത കർക്കിടകം 31 വരെ നമ്മളുടെ ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെയാണ് സംഭവം എന്ന് നമുക്ക് നോക്കാം. നന്മയാണോ തിന്മയാണെങ്കിൽ എങ്ങനെ അതിനെ അതിജീവിക്കാം നോക്കാം. ചിങ്ങം 1 എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ചയാണെങ്കിലും ചിത്തിര നക്ഷത്രത്തിൽ വരുന്നതുകൊണ്ട് നമ്മുടെ രാജ്യത്തിനും നാട്ടിനും അത്ര ഗുണകരമായിരിക്കില്ല. ചിത്തിര, അവിട്ടം, മകയിരം നക്ഷത്രം എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ അധീനതയുള്ള നക്ഷത്രമാണ്. ചൊവ്വ നിൽക്കുന്നത് ഉച്ചത്തിലാണ്. അപ്പം ഈ ചൊവ്വ വരികയും ചൊവ്വ ആണ് ചിത്തിരയുടെ അധിപനായതുകൊണ്ട് തീപിടുത്തങ്ങളും കലഹങ്ങളും കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജൂലൈ മാസമാകുമ്പോഴേക്കും ശനിയും കൂടി ചേരുമ്പോൾ അഗ്നിമാരുതി യോഗം. അപ്പോൾ ചൊവ്വ മാറുമെങ്കിലും അഗ്നിമാരുതി യോഗത്തിൻ്റെ ഇതുണ്ട്. അതായത് ചൊവ്വ അത്ര ഗുണമല്ല എന്നർത്ഥം. ചൊവ്വ ഭൂമികാരകനാണ്, സുബ്രഹ്മണ്യൻ്റെ ആളാണ്, ഒക്കെയാണ്. അപ്പം നമ്മളിതിനെ അതിജീവിക്കാനായിട്ട് എന്ത് ചെയ്യണം? 1 ചിത്തിര, അവിട്ടം, മകീരം നക്ഷത്രക്കാരും അല്ലാത്തവരും ഭദ്രകാളി ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും പോയി തൊഴുതാൽ നന്നായിരിക്കും. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും മഹാദേവനും അഭിഷേകം നടത്തുക, ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസം നടത്തുക. ഇങ്ങനെയെല്ലാം ചെയ്താൽ നമുക്ക് അതിൽ നിന്നൊരു മോചനം ലഭിക്കും. ഈ നക്ഷത്രങ്ങളെ പറ്റി പറയാം. ആദ്യത്തെ നക്ഷത്രമാണ്, അതായത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം. ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ 7 ശനിക്കാലമാണ്. 12 ശനി. അറിഞ്ഞോ അറിയാതെയോ കൈകൾ നഷ്ടം വരിക, ഓരോരോ ബുദ്ധിമുട്ടുകൾ വരിക, കേസ് വഴക്കുകൾ വരിക, അങ്ങനത്തെ സമയമായിരുന്നു. പക്ഷെ വ്യാഴം 4 വന്നപ്പോൾ കുറച്ച് അനുകൂലമായിട്ടുണ്ട്. 3 വ്യാഴമായിരുന്നു. 3 വ്യാഴം വന്നാൽ പിടിക്കുന്ന പറയുന്നത് അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള സമയം ആയിരുന്നു. പക്ഷേ ഈ കുറച്ച് നാളത്തേക്ക്, അതായത് ഈ ജൂൺ 2 തുടങ്ങി വ്യാഴം 4 വന്നു. അപ്പോൾ കുറച്ച് ആശ്വാസമുണ്ടെങ്കിലും മഹാദേവനെ പ്രാർത്ഥിക്കണത് ഒരിക്കലും വിട്ടുകളയാതിരിക്കുക. മഹാദേവനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവനവൻ്റെ പക്കപ്പിറന്നാൾ വരുമ്പോൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാര, പിൻവിളക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഇവ നടത്തി പ്രാർത്ഥിക്കുക. അതേപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് തുളസിമാല, നെയ്വിളക്ക്, തൃക്കൈവെണ്ണയൊക്കെ നമ്മുടെ യഥാശക്തി വഴിപാട് ചെയ്യുക. അല്ലെങ്കിൽ പോയി തൊഴുകെങ്കിലും ചെയ്യാം. ഒരു നാണയമിട്ടെങ്കിലും തൊഴുകെങ്കിലും ചെയ്യണം. അപ്പോൾ ഇവർക്കിടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു ശമനമുണ്ടാവും. അശ്വതി നക്ഷത്രത്തിൻ്റെ ദേവതയാണ് ഗണപതിയെയും നമ്മൾ പ്രാർത്ഥിക്കണം. ഗണപതി ഭഗവാനെ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ പക്കപ്രധാന ദിവസങ്ങളിലോ ഗണപതി ക്ഷേത്രത്തിൽ പോവുകയോ ഗണപതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയി കറുക കൊണ്ടോ മുക്കൂറ്റി കൊണ്ടോ മാലകൾ ചാർത്തുകയോ കറുകയും മുക്കൂറ്റി ചേർത്ത് മാല ചാർത്തുകയോ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കറുകയും ചെമ്പരത്തി കൊണ്ട് മാല ചാർത്തുകയൊക്കെ ചെയ്താൽ അവരുടെ ഒരു തടസ്സങ്ങൾക്ക് ഒരു ശമനമുണ്ട്, തടസ്സം മാറിക്കിട്ടും. ഭഗവത് ഭജനം കൊണ്ട് നേടാൻ പറ്റാത്ത ഒന്നുമില്ല. കാരണം ഇത് കലിയുഗമാണ്. കലിയുഗത്തിൽ നാമജപത്തിനാണ് പ്രാധാന്യം. രോഗങ്ങളും ഓരോ ഓരോ വയസ്സിനനുസരിച്ചാണ് മാറ്റങ്ങൾ വരുന്നത്. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ബാലാഴ്ച കാര്യങ്ങളായിരിക്കും. കുറച്ച് പ്രായമുള്ളവർക്കാണെങ്കിൽ 7 ശനിയാണ്. ജോലി നഷ്ടപ്പെടാനും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കാം. വയസ്സായവർക്കാണെങ്കിൽ അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ പ്രായഭേദമനുസരിച്ചും ദശാപഹാര ചിത്രങ്ങളനുസരിച്ചും വേണം നമ്മൾ ഓരോ വഴിപാടുകളും ചെയ്യാനായിട്ട്. എന്തായാലും നമ്മുടെ അന്നത്തെ ദിവസം, അതായത് നമ്മുടെ പക്കപ്പിറന്നാൾ വരുന്ന ദിവസം ശിവക്ഷേത്രത്തിൽ വഴിപാടും ധാര, പിൻവിളക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, അതുപോലെ കൃഷ്ണന് ഭഗവാന് പറ്റുമെങ്കിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്താൽ നന്നായിരിക്കും. അത് തലേ ദിവസം പറഞ്ഞ് ഏൽപ്പിക്കണം. ഭഗവാൻ തിരുവേനിമാരെ ഏൽപ്പിക്കണം, എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തിടണം. പിന്നെ ദേവിക്ക് ഇതുപോലെ തന്നെ അഭിഷേകം ചെയ്യാം, പൂമാല ചാർത്താം. ഇതൊക്കെ ചെയ്താൽ നമുക്ക് ബുദ്ധിമുട്ടുകൾക്ക് ഒരു ശമനമുണ്ടാവും. ദിവസവും ഒരു ചിട്ടയോടെ ജീവിക്കുക. വയ്യ എന്ന് പറഞ്ഞാൽ എണീക്കാതിരിക്കുക. രാവിലെ എഴുന്നേൽക്കുക, പ്രഭാതത്തിൽ എഴുന്നേൽക്കുക,
സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. കുളിച്ചില്ലെങ്കിലും ഇരുന്നെങ്കിലും പ്രാർത്ഥിക്കുക. ദേഹശുദ്ധി വരുത്തി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് ഏറ്റവും നമോ നാരായണായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ നിരന്തരം ജപിക്കുകയും ഓം നമോ നാരായണ ജപിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതങ്ങൾ വരികയില്ല. അത് ഉറപ്പാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറഞ്ഞു. ഇനി ഒക്ടോബർ 31 വ്യാഴത്തിനൊരു മാറ്റം വരുന്നുണ്ട്. വ്യാഴം ചിങ്ങത്തിലേക്ക് വരുമ്പോൾ വ്യാഴം 5-ലാവും. അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങളാണ്. ഭൂമി വാങ്ങിക്കാം, വിവാഹം നടത്താം, ജോലിക്ക് അപേക്ഷിക്കാം, ജോലി ലഭിക്കും, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം, ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഇത് തന്നെയാണ് കഥയെങ്കിലും ദശാപഹാര ചിത്രങ്ങൾ നോക്കിയിട്ട് വേണം ഓരോന്നും നമുക്ക് ചെയ്യാൻ. ഭരണി നക്ഷത്രത്തിനെ പ്രീതിപ്പെടുത്തുന്നത് ഭദ്രകാളിയാണ്. ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുക, ഭദ്രകാളിയുടെ നാമങ്ങൾ ചെയ്യാം, ഭദ്രകാളിയുടെ മൂലമന്ത്രം ജപിക്കാം. ഒന്നുമില്ലെങ്കിൽ അമ്മേ ദേവി, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ നിരന്തരം ജപിക്കുക. അതുപോലെ തന്നെ ഓം നമഃ ശിവായ ജപിക്കുക. ഇങ്ങനെയെല്ലാം ജപിച്ചു കഴിയുമ്പോൾ നമുക്കുടെ ബുദ്ധിമുട്ടുകൾക്ക് കുറവിടാം. പാർവതീദേവി പ്രീതിപ്പെടുത്തുന്ന മാത്രമേ മഹാദേവൻ പ്രീതിപ്പെടുത്തുള്ളൂ. അതുകൊണ്ടാണ് അമ്മേ നാരായണ, ദേവി നാരായണ, ദേവിയുടെ അംശങ്ങളാണ് ഇതെല്ലാം പറയുന്നതൊക്കെ. ഭദ്രകാളി പ്രാർത്ഥിക്കുക. കാർത്തിക നക്ഷത്രക്കാരെ പറയുകയാണെങ്കിൽ അവർക്ക് സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും പ്രാർത്ഥിക്കണം. ഏതൊക്കെ ഇതായാലും ശരി, നമ്മളെപ്പോഴും മഹാദേവനെയും മഹാവിഷ്ണുവിനെയും ദേവിയെയും തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഭദ്രകാളിയെ പ്രാർത്ഥിച്ചവർക്ക് ഭദ്രം തരുന്ന കാളിയാണ് ഭദ്രകാളി എന്ന് പറയുന്നത്. ശത്രുദോഷങ്ങൾ മാറാനും ദൃഷ്ടിദോഷങ്ങൾ മാറാനും ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. രണ്ടാമത്തെ കൂറാണ് ഇടവക്കൂറ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിപ്പോൾ 11 ശനിയാണ്, വലിയ പ്രശ്നമില്ല. പക്ഷേ വ്യാഴം ഇപ്പോൾ 3-ലേക്ക് വന്നേക്കണേ. ജൂൺ 2 തുടങ്ങി 3-ലാണ് വന്നിരിക്കുന്നത്. 3-ൽ വ്യാഴം മുറവിളി കൂട്ടുന്ന പറയണത്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഭദ്രത കുറവായിരിക്കും. സാമ്പത്തികമായിട്ട് അനാവശ്യ ചെലവുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കും, കൃഷ്ണൻ്റെ അമ്പലത്തിൽ പ്രാർത്ഥിക്കുക, ഓം നമോ നാരായണ ജപിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഇതൊക്കെ ചെയ്താൽ മാറ്റങ്ങൾ വരുന്നു. രണ്ടാമത്തെ നക്ഷത്രമാണ് രോഹിണി. ഭരണി എന്ന് പറഞ്ഞു. കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രത്തെ പറഞ്ഞു ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നു. കാർത്തിക നക്ഷത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് ചൊവ്വാഴ്ച തോറും സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിക്കുക, പ്രാർത്ഥിക്കുക. മഹാദേവനെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുന്നതിനൊപ്പം തന്നെ ഇതും കൂടി ചെയ്യേണ്ടതാണ്. കാർത്തിക നക്ഷത്രത്തിലെ പ്രധാനപ്പെട്ട ഒരിതാണ് മഹാദേവൻ, ശിവൻ. ഞായറാഴ്ച ദിവസങ്ങളിൽ കാർത്തിക, ഉത്രം, ഉത്രാട നക്ഷത്രങ്ങൾ പ്രത്യേകിച്ച് എല്ലാവരും ചെയ്യണം. കൂടാതെ ഇവർ പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ തുളസിക്ക് തീർത്ഥമൊഴിച്ച്, അതായത് ജലം സമർപ്പിക്കുക. സൂര്യന് ജലം സമർപ്പിക്കുക എന്നാണ് പറയുന്നത്. അത് തുളസി ദേവിക്കായിട്ടും സമർപ്പിക്കാം. സൂര്യന് ജലം സമർപ്പിച്ച് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. ഓം സൂര്യായ അർക്കായ ദിവാകരായ ഭാസ്കരായ രവിയേ നമഃ. അത് ചൊല്ലുക 11 പ്രാവശ്യം. ഓം സൂര്യായ അർക്കായ ദിവാകരായ ഭാസ്കരായ രവിയേ നമഃ. അങ്ങനെ 11 പ്രാവശ്യം ജപിക്കുക. അപ്പോൾ സർക്കാർ തലത്തിലുള്ള ആനുകൂല്യം കിട്ടാനും സർക്കാർ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ആത്മീയമായ ആത്മബലം കുറഞ്ഞവർക്കും അത് പേടി, ഭയം ഇതൊക്കെ മാറാനും നല്ലതാണ്. രണ്ടാമത്തെ കൂറാണ് ഇടവക്കൂറ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം 11, ശനി 11-ലാണ്. വ്യാഴം മുറവിളി കൂട്ടുന്ന സമയമാണ്. സമയം ഇത്തിരി മോശമാണ്. അപ്പോൾ ഈ പറഞ്ഞത് കൂടാണ്ട് ഭഗവാനെ കൃഷ്ണ ഭഗവാനെയും മഹാദേവനെയും അതോടൊപ്പം തന്നെ മുരുകനെയും ഭദ്രകാളിയെയും പ്രാർത്ഥിക്കുക. അടുത്ത നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്കും ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കടം കൊടുത്താൽ തിരിച്ചു കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ആ കടം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ വിശ്വാസമുള്ളവർക്ക് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഉദ്യോഗസ്ഥരെ ഒപ്പിടുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒപ്പിടാതിരിക്കുക. വായിച്ചു നോക്കിയ ശേഷം ഒപ്പിടുക. ജോലിയിൽ പ്രശ്നം വരാതിരിക്കുക. അവരെന്താ ചെയ്യേണ്ടത്? ശ്രീകൃഷ്ണ ഭഗവാനെയും ഇടയ്ക്കൊന്ന് ഗുരുവായൂരൊക്കെ പോയി തൊഴുക. കൊല്ലത്തിലൊരിക്കോ മാസത്തിലൊരിക്കൽ പോയാൽ നല്ലത്. നിർബന്ധിക്കില്ല. കൃഷ്ണൻ, അതായത് മഹാക്ഷേത്രങ്ങളായ അമ്പലപ്പുഴ, തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം, അതുപോലെ തിരുവല്ലത്ത് പരമേശ്വരം, അങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ പോയി തൊഴുക. ഗുരുവായൂരപ്പനെ തൊഴുക. ഇതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു മാറ്റം വരുന്നതാണ്. ഇനി മകയിര നക്ഷത്രം. നേരത്തെ പറഞ്ഞു 1-ാം തീയതി വന്നിരിക്കുന്ന ചിത്ര നക്ഷത്രത്തിലാണ്. ചിത്തിര, മകയിരം,
ചിത്ര മകയിരം അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തേക്ക് ബുദ്ധിമുട്ടുകൾ വരും, സാധ്യതയുണ്ട്. അതെന്താ ചെയ്യുക, പക്കപ്പിറന്നാളുകളും മഹാദേവൻ ധാര നടത്തുക മതിയല്ലോ. മഹാദേവന് ധാര നടത്തുക, അതെല്ലാ നക്ഷത്രക്കാരും 27 നക്ഷത്രക്കാരും മഹാദേവന് ധാര നടത്തണം. എല്ലാവരും അവൻ്റെ പക്കപ്പിറന്നാൾ വരുമ്പോൾ ധാര, പിൻവിളക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നിർബന്ധമായും ചെയ്തിരിക്കണം. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വരാനായിട്ട് കൃഷ്ണനെ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ മഹാസുദർശന പുഷ്പാഞ്ജലി കഴിപ്പിക്കാവുന്നതാണ്. മൂന്നാമത്തെ കൂറാണ് മിഥുനക്കൂർ എന്ന് പറയും. മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകീരം അവസാനം, തിരുവാതിര, പുണർദം ആദ്യം. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 10ലാണ്, കർമ്മത്തിലാണ് ശനി നിൽക്കുന്നത്. കർമ്മബന്ധനങ്ങളും കർമ്മതടസ്സങ്ങളും കർമ്മത്തിന് ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യതയുണ്ട്. അതിന് പരിഹാരം മഹാദേവനെ പ്രാർത്ഥിക്കുക, മഹാദേവ ക്ഷേത്രങ്ങളിൽ പോവുക, ഓം നമഃ ശിവായ ജപിക്കുക, ദാനങ്ങൾ ചെയ്യുക, ശനിയാഴ്ച തോറും ദാനങ്ങൾ ചെയ്യുക, ചിട്ടയോട് ജീവിക്കുക, പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കീറിയ വസ്ത്രങ്ങൾ ധരിക്കാതെ അതിന് പങ്ക്ച്വാലിറ്റിയോടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ കുറയുന്നതാണ്. വ്യാഴം 2ലാണ്, വലിയ കുഴപ്പമില്ല. ഒക്ടോബർ തുടങ്ങി വ്യാഴം 3ൽ വരും. 3ൽ വ്യാഴം മറുപടി കൂട്ടും. അപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരാനൊക്കെ സാധ്യതയുണ്ട്. അതായത് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യാതിരിക്കുക, പെട്ടെന്ന് പണം വരുന്ന വിചാരിച്ച് ഡെപ്പോസിറ്റ് ചെയ്യാതിരിക്കുക. ശ്രദ്ധിച്ച് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അടുത്ത കൂറാണ് മകരം, തിരുവാതിര. തിരുവാതിരയാണ് അടുത്ത നക്ഷത്രം. തിരുവാതിര മഹാദേവൻ നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രം വരുമ്പോഴും അവർക്കും കർമ്മത്തിൽ ദോഷങ്ങളുണ്ട്. കർമ്മം അത് 2ൽ വ്യാഴം വന്നുകൊണ്ട് സാമ്പത്തികമായിട്ട് ഭദ്രതയുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്നില്ല. തിരുവാതിര നക്ഷത്രക്കാരും ഇതുപോലെ തന്നെ മഹാദേവ ക്ഷേത്രത്തിൽ പോവുകയും തൊഴുകയും നമഃശിവായ ചൊല്ലുകയും. രാവിലെ എല്ലാവരും ചൊല്ലണം, ദിവസവും 108 പ്രാവശ്യം നമഃശിവായ, 108 പ്രാവശ്യം നാരായണൻ ജപിക്കുക. നമഃശിവായ ചെല്ലുന്നവന് ആപത്തുകൾ വരില്ല, നാരായണ ചെല്ലുന്നൊരു തടസ്സങ്ങൾ മാറും, മക്കളെ കൊണ്ട് നന്മകൾ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നാരായണ ഗായത്രിയൊക്കെ ചൊല്ലാവുന്നതാണ്, നല്ലതാണ്. പുണർദം നക്ഷത്രം എന്ന് പറയുമ്പം ആ പുണർദം നക്ഷത്രത്തിന് ആദ്യ പാദമൊക്കെ ശനി അനുകൂലമല്ല. പക്ഷേ വ്യാഴം 2ലാണ്. വ്യാഴം 2ലാകുമ്പോൾ മേന്മകളൊക്കെ ഉണ്ട്. ശിവക്ഷേത്ര ദർശനം, ശ്രീകൃഷ്ണ ക്ഷേത്രം, ശ്രീരാമക്ഷേത്രത്തിൽ പോകുന്നത്, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, വളരെ നല്ലതായിരിക്കും. കർക്കിടകൻ രാശിയാണ് വരുന്നത്. കർക്കിടകൻ രാശിയിൽ വ്യാഴം ഉച്ചത്തിൽ വന്നിരിക്കുകയാണ്. അവിടെ ശനി ആദിത്യൻ 2ലാണ് വന്നിരിക്കുന്നത്. സംസാരം ശ്രദ്ധിക്കണം. ശനിയൊക്കെ നല്ലതാണ്, കുഴപ്പമില്ല, 9ലാണ്, നല്ലതാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർ വെറുക്കപ്പെടരുത്. ഒരടി കൊടുത്താലും ഒരു വാക്കുകൊണ്ട് നോവിക്കരുതെന്നാണ് പറയുന്നത്. 2ൽ ആദിത്യൻ വന്നാൽ ആദിത്യനുണ്ട്, കേതുവുണ്ട്. ഇവർ 2 പേരും കൂടി വന്നാൽ നമ്മുടെ സംസാരം കൊണ്ട് നമുക്ക് ശത്രുക്കളെ ഉണ്ടാക്കാൻ സാധിക്കും. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. ഒന്നും കൊടുത്തില്ലെങ്കിൽ നല്ല വാക്ക് പറയുക, അതാണ് വേണ്ടത്. അതിന് കൃഷ്ണനെയും മഹാദേവനെയും പ്രാർത്ഥിക്കുക, സംസാരം ശ്രദ്ധിക്കുക, സരസ്വതി ദേവി പ്രാർത്ഥിക്കുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈ നോക്കിയ കരാഗർവസ്ഥയ്ക്ക് ചൊല്ലുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാറ്റങ്ങൾ വരും. കുളിച്ചിട്ട് ഒരു കാര്യം കൂടി പറയാം, ക്ഷമ വരാനൊരു മാർഗം, കുളി കഴിഞ്ഞ് തല തോർത്തുമ്പോൾ വടക്കോട്ടിന് തോർത്തുക. അതൊരു ക്ഷമ വരാൻ ഏറ്റവും നല്ല കാര്യമാണത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആർക്കും ക്ഷമ വേണം, ക്ഷമയാണ് ഏറ്റവും നല്ലത്. ക്ഷമ ഉണ്ടെങ്കിലേ രക്ഷയുള്ളൂ. പൂയം നക്ഷത്രം വരുമ്പോൾ പൂയം നക്ഷത്രത്തിലും ഇത് പറഞ്ഞ് മാതിരി സംസാരം ശ്രദ്ധിക്കുക, വാക്കുകൾ ശ്രദ്ധിക്കുക, ധനം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അറിയാൻ പാടില്ലാത്ത സ്ഥലത്ത് പോയി പൈസ നിക്ഷേപിക്കാതിരിക്കുക. ധനനഷ്ടം വരും, സൂക്ഷിക്കണം. 2ൽ കേതുവാണ്. സംസാരം കൊണ്ടും വെറുപ്പുണ്ടാകും. ഇതിനെല്ലാം വളരെയധികം ശ്രദ്ധിക്കുക. നമഃശിവായ നാരായണ ജപിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, സരസ്വതി ക്ഷേത്രങ്ങളൊക്കെ നടത്തുക, നല്ലതാണ്. അടുത്ത രാശിയാണ് ചിങ്ങം രാശി. ചിങ്ങം രാശിക്ക് ഇപ്പോൾ 12ൽ വ്യാഴമാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇനി മാറ്റം വരുന്നുണ്ട്. ഒക്ടോബർ തുടങ്ങി വ്യാഴം അനുകൂലമായിട്ട് വരണം. അപ്പോൾ ഏതെല്ലാം കാലങ്ങൾ എന്തൊക്കെ വന്നാലും പരിഹാരമായിട്ട് പൗർണമി കഴിയുമ്പോഴും അമാവാസി കഴിയുമ്പോഴും ശിവക്ഷേത്രത്തിൽ ആ തിങ്കളാഴ്ച, പൗർണമി കഴിഞ്ഞ തിങ്കളാഴ്ചയും അമാവാസി തിങ്കളാഴ്ചയും ശിവക്ഷേത്രത്തിൽ ധാര, പുഷ്പാഞ്ജലി, പാൽപ്പായസം ഇതെല്ലാം കഴിപ്പിച്ചാൽ ഈ വക ദോഷങ്ങൾ, കോചരാൽ വരുന്ന ദോഷങ്ങളൊന്നും നമ്മളെ അധികം ഏൽക്കുകയില്ല, അധികം നമുക്ക് ബാധിക്കുകയില്ല. മകം നക്ഷത്രം എന്ന് പറഞ്ഞാൽ ദേഷ്യമുള്ള നക്ഷത്രമാണ്. മകം നക്ഷത്രം പിടിവാശിയുള്ള നക്ഷത്രമാണ്. ചിങ്ങൻ രാശി എന്ന് പറഞ്ഞാൽ പിടിവാശിയാണ്. മകപൂരം ഉത്തരം ഇവരൊക്കെ പിടിവാശിക്കാരാണ്. കാരണം സിംഹത്തിൻ്റെ സ്വഭാവമാണ്.
അപ്പം ഈ നക്ഷത്രക്കാർ വളരെയധികം ക്ഷമയോടും സംയമനത്തോടും മുന്നോട്ട് പോകണം. ക്ഷമയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. കേതു കൂടെയുണ്ട്. അത് കേതു കുറച്ച് ഇത് കഴിയുമ്പോൾ കേതു ഡിസംബർ ആകുമ്പോഴേക്കും കേതു 12ലേക്ക് വരും. അപ്പോൾ കേതു കൂടെയുണ്ട് എന്ന് ഓർമ്മ നന്നായിട്ട് വേണം. നമ്മൾ പറയുന്ന വാക്കുകൾ നമുക്ക് തിരിച്ചടികളായി വരുന്നതാണ് മകം, പൂരം, ഉത്രം ആദ്യകാലമുള്ളവർക്ക്, ആദ്യ ഭാഗമുള്ളവർക്ക്. അപ്പോൾ ഇത് തിരിച്ചടിയായിട്ട് നമുക്ക് വരും. അത് കാരണം വളരെ ശ്രദ്ധയോടുകൂടി വേണം പോരുന്നത്. മാത്രമല്ല ആദിത്യനും കൂടെയുണ്ട്. അപ്പോൾ ആദിത്യനും കേതുവും കൂടെ വരുമ്പോൾ നമുക്ക് എന്തായിരിക്കും? ദേഷ്യം വരും, കൂടും. ആ ദേഷ്യത്തെ നമ്മൾ നിയന്ത്രിക്കുക, സംയമനം പാലിക്കുക, എപ്പോഴും നമോ നാരായണ ജപിക്കുക, ഓം നമഃ ശിവായ ജപിക്കുക. അപ്പോൾ ജോലി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ജോലി ചെയ്യുമ്പോഴല്ല, രാവിലെയും വൈകുന്നേരം ചിട്ടയായിട്ട് ജപിക്കുക. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധയോടെയും ബുദ്ധിയോടുകൂടി ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. കുട്ടികളായാലും വലിയവരായ പ്രായമുള്ളവരായി വീഴാതെ നോക്കുക. അഷ്ടമത്തിലാണ് ഇത് ശനി നിൽക്കുന്നത്. അപ്പോൾ വീഴാതെ, തെറ്റി വീഴാതെയൊക്കെ വളരെയധികം ശ്രദ്ധയോട് മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ശ്രദ്ധയും ക്ഷമയും ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. മകം, പൂരം, ഉത്രം കാല് ഉള്ള ആളുകൾക്ക് എല്ലാവർക്കും നല്ലതായിരിക്കും. പൂരം നക്ഷത്രക്കാർ ദേവിയെയും കൂടി പ്രാർത്ഥിക്കണം. പൂരം നക്ഷത്രത്തിൻ്റെ അധികം ശുക്രനായതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീ ക്ഷേത്രത്തിൽ, ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാം. നെയ്വിളക്ക്, പൂമാല ഇതെല്ലാം ചെയ്താൽ നന്നായിരിക്കും. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മഹാദേവന് വിഷ്ണു കൂടാതെ അയ്യപ്പസ്വാമിക്കും വഴിപാടുകൾ നടത്തിയാൽ നന്നായിരിക്കും. അടുത്ത രാശിയാണ് കന്നി. കന്നി രാശിപ്പെട്ട നക്ഷത്രങ്ങളാണ് ഉത്രം അവസാനം, അത്തം, ചിത്തിര. ഉത്രം അവസാനം, അതായത് ഉത്രത്തിൽ മുക്കാൽ, ഉത്രം അവസാനം, അത്തം, ചിത്തിര. ഉത്രത്തിൽ ജനിച്ചവർക്കുള്ള കന്നി, ചിങ്ങക്കൂറിൽ ഉത്തരത്തെക്കാളും ക്ഷമയുള്ളവരായിരിക്കും കന്നിക്കൂറിൽ ഉത്തരക്കാൾ. ഒരു വീട്ടിലെ കുട്ടികളാണെങ്കിലും ഇരട്ട കുട്ടികളാണെങ്കിലും ചിങ്ങക്കൂറിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം കൂടും. കന്നിക്കൂറിൽ ദേഷ്യം കുറവായിരിക്കും. കന്നി രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് 7ാം ഭാവത്ത് കണ്ടകശനിയാണ്. വ്യാഴം 12ലേക്കാണ് വരാം. വ്യാഴം ഇപ്പം 11ലാണ്, നല്ലതാണ്. ഇപ്പോൾ ഡിസംബറോടെ വ്യാഴം 12ലേക്ക് വരും. അതൊരു ബുദ്ധിമുട്ടുള്ള സമയമാണ്. അനാവശ്യ ചിലവുകളൊക്കെ വരാൻ സാധ്യതയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ പ്രാർത്ഥിക്കുക. മഹാദേവനെയും നാരായണനെയും ദേവിയെല്ലാം പ്രാർത്ഥിക്കുക. ഉത്തര നക്ഷത്രകാരൻ ദൈവം പറഞ്ഞു ഞാൻ നേരത്തെ. സൂര്യഭഗവാൻ ജലം സമർപ്പിക്കുക. ഞായറാഴ്ച ദിവസങ്ങളിൽ ഭഗവാനും ജലം സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക. ഇതൊക്കെ നല്ല. ഞായർ, തിങ്കൾ ദിവസങ്ങൾ ക്ഷേത്ര ദർശനം നല്ലതാണ്. അത്തം നക്ഷത്രം. അത്തം നക്ഷത്രം എന്ന് പറയുമ്പോൾ തിരുവോണം, അത്തം, രോഹിണി ഇതെല്ലാം കൃഷ്ണനോട് പ്രാധാന്യമുള്ളതാണ്. അതായത് ബുധനാഴ്ച ദിവസങ്ങളിൽ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക, അവൽ സമർപ്പിക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, ശിവക്ഷേത്രത്തിൽ പോയി തൊഴുക. ശനിയാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ പോയി നെയ്വിളക്ക്, പൂമാല, കൂവളമാലയൊക്കെ സമർപ്പിക്കാം. ശനിയാഴ്ച ദിവസങ്ങൾ എല്ലാ പക്കപ്പിറന്നാളിനും ശിവക്ഷേത്രത്തിൽ ധാര, പിൻവിളക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ സുദർശന പുഷ്പാഞ്ജലി കഴിക്കുക. ഇതൊക്കെ ചിട്ടയായിട്ട് പോരുന്നവർക്ക് യാതൊരു ദോഷങ്ങളുണ്ടാകും. ദശാപഹാര ചിത്രങ്ങൾ നോക്കി നമുക്കതിന് ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രത്തെ പറഞ്ഞു നേരത്തെ. ചിത്തിര, മകീരം, അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തേക്ക് മോശമാണെന്ന് പറഞ്ഞു. ചിത്തിര നക്ഷത്രക്കാർ തീ കൊണ്ട് ശ്രദ്ധിക്കുക. തീയ്, വെൽഡിങ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. വെള്ളത്തിലിറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. ഒരുപാട് കാര്യങ്ങൾ, ജലം, തീയ്, ഇതൊക്കെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. കാരണം അത് അഗ്നി, അതായത് ചിത്തിര നക്ഷത്രത്തിലാണ് 1-ാം തീയതി വന്നിരിക്കുന്നത്. 1-ാം തീയതി വർഷഫലം തന്നെ ചിത്തിരയിലാണ്, അത്ര കൂടാല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ അവരുടെ പക്കപ്പിറന്നാളിന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാര കഴിക്കുമ്പോൾ തന്നെ കുറേ ശമനം വരും. അതുപോലെ കൃഷ്ണനെ, ഭഗവാനെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് നല്ലതാണ് ഇവർക്ക്, ഈ നക്ഷത്രക്കാർ. ഈ ചിത്തിര, അവിട്ടം, മകയിര നക്ഷത്രക്കാർ എണ്ണ കൊണ്ട് കൃഷ്ണൻ അഭിഷേകം ചെയ്യുന്നത് നല്ലതാണ്. അത് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റും. സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിലൊക്കെ പോവുക. ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ മാറ്റങ്ങൾ വരുന്നതാണ്. അടുത്ത കൂറാണ് തുലാക്കൂറ്. തുലാക്കൂറിനെ സംബന്ധിച്ച് ഇപ്പോൾ നല്ല കാലങ്ങളൊക്കെ ഇതിനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി ശനി മാറി വരും, മേടശനി മാറി മേടത്തിലേക്ക് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടൊക്കെ വളരെ നല്ല രാശിയാണ് തുലാൻ രാശി. തുലാൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിത്തിര അവസാനം, ചോതി, വിശാഖം ആദ്യം. ചിത്തിര നക്ഷത്രം നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഈ ചോതി നക്ഷത്രത്തിന് ദിവസം നാഗദേവതയ്ക്കും കൂടി മഹാദേവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുന്നതോട് കൂടി തന്നെ
ശ്രീകൃഷ്ണൻ്റെ പിന്നെ സുദർശന പുഷ്പാഞ്ജലി കഴിക്കുന്നതോടെ തന്നെ നാഗദേവതയ്ക്ക് നെയ്വിളക്കും കത്തിച്ചാൽ അവർക്ക് ധനസമൃദ്ധി ഉണ്ടാവും. ഞായറും ബുധനും ദിവസങ്ങളിൽ നാഗദേവതയ്ക്ക് നെയ്വിളക്ക് കത്തിച്ചാൽ അവർക്ക് സാമ്പത്തിക സ്ഥിതിയും ഉയരാൻ സാധ്യതയുണ്ട്. വിശാഖ നക്ഷത്രം അടുത്തത്. വിശാഖ നക്ഷത്രത്തിൻ്റെ ദേവത കൃഷ്ണനാണ്, ഭഗവാനാണ്, മഹാവിഷ്ണുവാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക. ഓം നമഃ ശിവായ, ഓം നമോ നാരായണ ജപിക്കുക. വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. വിശാഖ നക്ഷത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദശാപഹാര ചിത്രങ്ങളനുസരിച്ച് എല്ലാ കാര്യങ്ങളും നോക്കണം, ചെയ്യണം. കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നത് കൃഷ്ണനെയാണ്, ഭഗവാനെയാണ്. നമ്മൾ ഈ ആരെയൊക്കെ പ്രാർത്ഥിച്ചാലും നമ്മുടെ കുലദേവതയെ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കാവൂ. നമ്മുടെ പരദേവത ആരാണോ പരദേവതയെ പ്രാർത്ഥിച്ചിട്ട് ഇതൊക്കെ നമ്മൾ ചെയ്യാവൂ. അടുത്ത രാശിയാണ് വൃശ്ചികൻ രാശി. വൃശ്ചികൻ രാശിക്ക് നല്ല സമയമാണ് ഇപ്പോൾ. വൃശ്ചികൻ രാശിയെ സംബന്ധിച്ച് നല്ല സമയമാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, മുന്നോട്ട് പോകണം. വൃശ്ചികൻ രാശിയിൽ പിറന്ന നക്ഷത്രക്കാരാണ് വിശാഖം അവസാനം, അനിഴം, തൃക്കേട്ട. ഈ രാശി വൃക്ഷസന്ധി എന്ന് പറയും, തീരെയാണെന്ന് പറയും. അപ്പോൾ ആ നക്ഷത്രക്കാർ എന്താ ചെയ്യേണ്ടത്? വിശാഖ നക്ഷത്രം പറഞ്ഞു. അനിഴം നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക, ശിവക്ഷേത്രത്തിൽ പോവുക, ശിവനെ പ്രാർത്ഥിക്കുക, കൃഷ്ണനെ പ്രാർത്ഥിക്കുക. ഈ കാര്യങ്ങൾ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്താൽ നന്നായിരിക്കും, നല്ലതാണ്. തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രക്കാർ അവസാന ഭാഗം രാഹുദശയായിരിക്കും. അപ്പോൾ വളരെ ശ്രദ്ധയോട് പോകണം. അതായത് ത്വക്ക് രോഗങ്ങൾ വരാനോ വീഴാനോ ഒക്കെ സാധ്യതയുണ്ട്. ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം, പ്രാർത്ഥിക്കുക, വഴിപാടുകൾ ചെയ്യുക. അടുത്ത രാശിയാണ് ധനുരാശി. ധനുരാശിയെ പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ധനുരാശിയിൽ മൂലം, പൂരാട, ഉത്രാടം അവർക്ക് കണ്ടകശനിയാണ്, വ്യാഴം അനുകൂലത, ആകെ വെട്ട് കിടക്കുന്ന സമയമാണ്. ഇവർ വളരെയധികം ശ്രദ്ധയോടുകൂടി നടക്കുക, വീഴാതിരിക്കാൻ നോക്കുക. വീഴ്ചകൾ, മുറിവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്, വളരെ ശ്രദ്ധയോട് നടക്കുക. അതുപോലെ എല്ലാ ശനിയാഴ്ചയും ശിവക്ഷേത്രത്തിലോ ശാസ്താക്ഷേത്രത്തിലോ ഹനുമാൻ ക്ഷേത്രത്തിലോ ദർശനം നടത്തണം. ദർശനം നടത്തി അവിടെ യഥാശക്തി വഴിപാടുകൾ ചെയ്യണം. ധാര പ്രത്യേകിച്ച് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ആഴ്ചയിൽ ഒരു എല്ലാ ദിവസവും പറ്റി പോവുക, ഇല്ലെങ്കിൽ വ്യാഴാഴ്ചയെങ്കിലും കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി തൊഴുക, പ്രാർത്ഥിക്കുക. വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക. അത് അറിയാത്തവരെ ഓം നമോ നാരായണ, ഓം നമോ നാരായണ ഇങ്ങനെ നമ്മൾ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ മാറും. ഒന്നും അറിയില്ലെങ്കിൽ എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞ് ജപിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ സാമ്പത്തിക അഭിവൃദ്ധിയും ധനങ്ങളും ഉണ്ടാവുകയുള്ളൂ. അടുത്തതാണ് പൂരാടം. മൂലം കഴിഞ്ഞു പൂരാട നക്ഷത്രം. പൂരാടം നക്ഷത്രക്കാർക്കും കണ്ടകശനി തന്നെയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവുന്നൊരു സമയമാണ്. ഇപ്പം കിട്ടുന്ന ഓരോ കാര്യം ചെയ്യും, പക്ഷെ ഒന്നും കിട്ടില്ല. കാരണം അത് സമയം വളരെ മോശമായതുകൊണ്ട്. അപ്പോൾ സമയത്തിൻ്റെ മോശമനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. പ്രാർത്ഥനകൾ കൂട്ടുക, കലികാലത്തിൽ നാമജപം കൂട്ടുക, നാരായണിയൊക്കെ വായിക്കുക, നാരായണീയം വായിക്കുക. നാരായണീയത്തിലെ 8ാമത്തെ ദശകത്തിലും അവസാനത്തെ അസ്മിൻകാലം ആ ഒരു നാമമുണ്ട്. ആ 4 വരി എന്നും ജപിക്കാം. രോഗങ്ങൾ വരാതിരിക്കും, രോഗദുരിതങ്ങൾ വരാതിരിക്കും. പാദത്തിന് ബുദ്ധിമുട്ട് വരിക, നടക്കാൻ ബുദ്ധിമുട്ട് വരിക, കാലിന് വേദന വരിക, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും വരും. അതിനൊക്കെ പരിഹാരമായിട്ട് മഹാദേവനെ പ്രാർത്ഥിക്കുക, വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. നമഃശിവായ, ഓം നമഃശിവായ, ഓം നമോ നാരായണ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. വളരെ നല്ലതായിരിക്കും അങ്ങനെയൊക്കെ ചെയ്താൽ. പൂരാട നക്ഷത്ര ദേവിയെയും കൂടി പ്രാർത്ഥിച്ചാൽ നല്ലതാണ്. അടുത്താണ് ഉത്രാടം. ഉത്രാട നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. ഉത്രാട നക്ഷത്രക്കാർ ധനിക്കൂറുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടാവും. അവർ മഹാദേവനെ പ്രാർത്ഥിക്കുക, മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ ദർശനം പ്രാർത്ഥിക്കാം, തുളസിക്ക് ജലം സമർപ്പിക്കാം, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. ഇതെല്ലാം ചെയ്താൽ അവർക്ക് ആത്മബലം ഉണ്ടാവും, മനോബലം ഉണ്ടാവും. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കും, മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ ആത്മബലം കൂടുകയും ചെയ്യും. ദേവീക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. പൗർണമിയല്ല നമ്മൾ വ്രതമെടുക്കുകയോ ഒരിക്കലെടുക്കുകയോ ചെയ്യുമ്പോൾ ആ മനോബലവും കൂടുന്നതാണ്. അടുത്ത രാശിയാണ് മകരൻ രാശി. മകരൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഉത്രാടം അവസാനം, തിരുവോണം, അവിട്ടം ആദ്യം. ഈ രാശിക്കാരെ സംബന്ധിച്ച് നല്ല വ്യാഴം അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒക്ടോബർ 31 വ്യാഴം അനുകൂലം, അത് കഴിഞ്ഞ് വ്യാഴം മോശ. വ്യാഴം അനുകൂലമായിട്ട് വന്നിരിക്കുന്നത്. ശനിയും വലിയ പ്രശ്നവുമില്ല, അപ്പോൾ അങ്ങനെ തട്ടിപ്പൊട്ടിപ്പോവും. പക്ഷെ 2ൽ രാഹു നിൽക്കുന്നു. ഈ രാഹു നിൽക്കുമ്പോൾ ധനം ആവശ്യമില്ല, ധനം വ്യയം വരിക. ധനം എവിടെ പോണേന്നറിയില്ല.
എത്ര കണക്ക് ചോദിച്ചാലും ധനം ലാസ്റ്റ് കണക്ക് ടാലി ആവില്ല. എന്താ കാരണം? ഈ 2-ൽ രാഹുവാണ്. അനാവത്ത് ചെലവുകൾ വരാം. നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് വേദന വരിക, മറ്റുള്ളവരെ വെറുപ്പിക്കുക, കുടുംബജീവിതത്തിൻ്റെ അസ്വസ്ഥതകൾ പ്രശ്നങ്ങൾ വരാം. ദശാപഹാര ചിത്രങ്ങൾ നോക്കി വേണം. കുടുംബകലഹം, ഭാര്യാഭർത്തൃ കലഹം, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്, കൂടുതലാണ്. അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച തോറും കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച തോറും ഭദ്രകാളി ക്ഷേത്രത്തിലെ ഐക്യവത്തി പുഷ്പാഞ്ജലി ചെയ്യുക. 2 പേരുടെ പേരിൽ ഐക്യവത്തി പുഷ്പാഞ്ജലി കഴിപ്പിക്കാം. ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നും ഒരു വിധത്തിൽ ഒരു 90% കരകയറാൻ സാധിക്കുന്നതാണ്. മകരരാശിയിലെ അടുത്ത നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം. തിരുവോണ നക്ഷത്രക്കാർക്ക് വ്യാഴ അനുകൂലമാണ്, ശനി അനുകൂലമാണ്. വലിയ വിഷയമൊന്നുമില്ല, നല്ലതാണ്, ഒരു വിധത്തിൽ മുന്നോട്ട് പോകും. പക്ഷേ അവർക്ക് രാഹു 2-ലാണ്. രാഹു 2-ൽ വന്നാൽ ധനവ്യയം വരും, ധനനഷ്ടം വരും. അത് ശ്രദ്ധയോട് കൈകാര്യം ചെയ്യുക. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പണങ്ങൾ മുടക്കാതിരിക്കും, ഡെപ്പോസിറ്റ് ചെയ്യാനും. ബിസിനസ്സുകൾ തുടങ്ങുമ്പോൾ ശ്രദ്ധിച്ച് നോക്കി വേണം ചെയ്യാൻ. എല്ലാവരും ബിസിനസ് വിജയിക്കില്ല. അവനവൻ്റെ ജാതകം നോക്കിയിട്ട് വേണം ബിസിനസ് ചെയ്യണോ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ. നല്ലൊരു ജോത്സ്യരെ കണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ നല്ലതാണോ എന്ന് നോക്കിയില്ലെങ്കിൽ നമ്മൾ തകർന്ന് തരിപ്പടമാവും. അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. ഊഹക്കച്ചവടം നടത്താതിരിക്കുക, ശ്രദ്ധിക്കുക. ഇനി അവിട്ട നക്ഷത്രം. അവിട്ട നക്ഷത്രത്തെ പറ്റും ഇതുപോലെ തന്നെ. അവിട്ട നക്ഷത്രം പറഞ്ഞു 1-ാം തീയതി ചിത്തിരയ്ക്കാണ് വന്ന്, അതിൻ്റെ ഒരു ദോഷമുണ്ട്. അത് കൂടാതെ 2-ൽ നാക്കുകൊണ്ടും സംസാരം കൊണ്ടും കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിന് പരിഹരിക്കാനായിട്ട് മഹാദേവനെ പ്രാർത്ഥിക്കുക, മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഭദ്രകാളിയും മുരുകനെയും കൂടി നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കണം. ഓം ശരവണ ഭവ ദിവസവും ചൊല്ലിയാൽ വളരെ നല്ലതാണ്. ഓം നമോ നാരായണായ, ഓം നമ ശിവായ, ഓം ശരവണ ഭവ നിരന്തരമായി ചൊല്ലുക. ഭദ്രകാളി, ഓം ഐംഗ്ലി സൗംഗ്ലി ഭദ്രകാളി നമ, ഇതൊക്കെ ചുപിച്ചാൽ വളരെയധികം മാറ്റങ്ങൾ വരുന്നതാണ്. അടുത്ത രാശിയാണ് കുംഭൻ രാശി. കുംഭൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് അവിട്ടം അവസാനം, ചതയം, പൂരൂരുട്ടാതി. ഈ നക്ഷത്രക്കാർക്ക് ജന്മത്തിൽ രാഹു നിൽക്കുന്നു, 2-ൽ ശനി നിൽക്കുന്നു, വ്യാഴമാണ്. വളരെ മോശം സമയമാണ്, വളരെ ശ്രദ്ധിക്കുക. ത്വക്ക് രോഗങ്ങൾ വരാനും മുറിവുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോട് മുന്നോട്ട് പോവുക. ആയില്യം പൂജ കഴിപ്പിക്കുക. ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച തോറും ധാര, പിൻവിളക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും, വിഷ്ണു ക്ഷേത്രത്തിൽ മഹാസുദർശന പുഷ്പാഞ്ജലി സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെയ്യാം. എന്തിനും ഭഗവാന് സമർപ്പിച്ച് ചെയ്താൽ വിജയിക്കും. അഹങ്കാരം എന്നൊരു വാക്കില്ലാതെ ഭഗവാന് സമർപ്പിച്ച് ചെയ്താൽ ഏത് രാശിക്കാരായാലും ഏത് ദശകളായാലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. കുംഭൻ രാശിയിൽപ്പെട്ട അവിട്ട നക്ഷത്രം, കുംഭക്കൂർ അവിട്ടത്തിലും വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. ചതയ നക്ഷത്രക്കാർക്കും പൂരൂരുട്ടാതി ആദ്യ നക്ഷത്രക്കാർക്കും ബുദ്ധിമുട്ടുള്ള സമയമാണ്. കാരണം വ്യാഴം 6-ലാണ്, ശനി 2-ലാണ്, കൂടെ തന്നെ ഭീമനായ രാഹുവുണ്ട്. അപ്പം ഈ ബുദ്ധിമുട്ടുകൾക്കൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ദൈവവിശ്വാസവും ദൈവകൃപയും ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. എല്ലാവരും ഈശ്വരവിശ്വാസത്തോടെ ദൈവചിന്തയോടുകൂടി മുന്നോട്ട് പോവുക. ഓം നമ ശിവായ, ഓം നമോ നാരായണായ, ഇത് നിരന്തരമായി ജപിക്കുക. ഒന്നും വിട്ടുകളയാതെ ജപിക്കുക. മുരുകനെ വിളിച്ചാൽ നല്ലതാണ്, വളരെ നല്ലതാണ്. അവസാനത്തെ രാശിയാണ് മീനൻ രാശി. മീനൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് പൂരൂരുട്ടാതി, പൂരൂരുട്ടാതി അവസാനം, ഉത്രട്ടാതി, രേവതി. ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ജന്മശനിയാണ്. ചെറിയ കുട്ടികൾക്ക് ബാലാരിഷ്ടത, മധ്യവയസ്സുള്ള ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുക, പ്രായമുള്ളവർക്ക് വീഴുക, പാദത്തിന് കേടുവരിക, കാലൊടിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് പരിഹാരമായിട്ട് നാരായണീയത്തിലെ 8-ാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകം ഒരു 21 പ്രാവശ്യം ജപിക്കുക, നന്നായിരിക്കും. ശിവക്ഷേത്രത്തിലെ ധാര, പിൻവിളക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കാം. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഹാസുദർശന പുഷ്പാഞ്ജലി പക്കപ്പിറന്നാൾ തോറും കഴിപ്പിക്കാം. വളരെയധികം സംയമനത്തോടും വളരെ ചിന്തയോടിരിക്കേണ്ട സമയമാണ്. സമയദോഷം കൊണ്ട് ഒന്നും ആവടുന്നില്ല. പറയാൻ നമുക്ക് സമയദോഷത്തെ പഠിക്കാമെങ്കിൽ നമ്മൾ വളരെയധികം കെയർഫുള്ളായ കാര്യങ്ങൾ മുന്നോട്ട് നോക്കണം. ഓരോ സാധനങ്ങളും ചെയ്യുമ്പോഴും ഓരോ സാധനം വാങ്ങിക്കുമ്പോഴും രണ്ടാമതൊന്നും ചിന്തിച്ചിട്ട് ചെയ്യാവൂ. കാരണം സമയം വളരെ മോശമാണ്. വ്യാഴം അനുകൂലമാണെന്നൊരൊറ്റ ഗുണം മാത്രമേ ഉള്ളൂ. വ്യാഴം നമുക്ക് കൂടെയാണ്, അനുകൂലമായിട്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. എല്ലാ നക്ഷത്രക്കാരും പൊതുവായിട്ട് പക്കപ്പിറന്നാളുകളും ശിവക്ഷേത്ര ദർശനവും ധാരാപിൻവിളക്ക് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും
മഹാസൂത്ര പുഷ്പാഞ്ജലി കഴിപ്പിക്കലും കുടുംബക്ഷേത്രത്തിൽ നെയ്വിളക്ക്, പൂമാല, പായസം ഇതൊക്കെ കഴിക്കുകയും ചെയ്താൽ നമുക്കൊന്നിരിക്കുന്ന യാതൊരു ആപത്തുകളും എതിരെ വന്നാലും നമുക്കൊന്നും ഏൽക്കുകയില്ല. ഒരു ആവരണം പോലെ നമ്മളെ കൂടെയിരിക്കും. ഇത് കൃത്യമായിട്ട് ചെയ്യാൻ നോക്കുക. എല്ലാവരും രക്ഷപ്പെടാൻ നോക്കുക. എല്ലാവരും രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.